റൂമിൽ പലവരുമായി ഇപ്പൊ ഇങ്ങനെ ഇപ്പോ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ ഉസ്താദെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര വസ്വാസാണ്. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്, മഹാന്മാർ പറഞ്ഞത്. കാരണം ഈ വസ്വാസ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് വസ്വാസ് വരിക എന്നുള്ളത് അത് ശൈത്താൻ നമ്മളെന്താക്കാണ്, ഇത് കൽപ്പിക്കാൻ. അതുകൊണ്ട് മഹാന്മാർ വളരെ വ്യക്തമായി പറയുന്നു. ഒന്ന്, അതായത് മഹാന്മാർ പറയുന്നു വസ്വാസ് അധികരിച്ചാൽ ആർക്കെങ്കിലും നിസ്കരിക്കുമ്പോൾ ഭയഭക്തി കിട്ടണം, അതല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ മറ്റു ചിന്തകൾ വരരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പായി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശൈത്താനിൽ വസ്വസത്തി ഖുൻസുബിൻ, ഖുൻസുബ് ഖാ പുല്ലില ഖാ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശൈത്താനിൽ വസ്വസത്തി ഖുൻസുബിൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ, ആത്മാർത്ഥമായി ചൊല്ലിയാൽ ആ പൈശാചികമായ വസ്വാസിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ വലിയ മഹാനാണ് അബൂ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാന്മാർ പറയാണ് വകാനൽ ഉസ്താദു അബുൽ ഹസനു ഷാദുലി നഫഅനല്ലാഹു ബിഹി. മഹാനായ അബുൽ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു യുഅല്ലിമു അസ്ഹാബഹു, മഹാനവറുകളുടെ ശിഷ്യന്മാർക്ക് മഹാനവറുകൾ പഠിപ്പിക്കും ഒന്നിനെ, എങ്ങനത്തെ ഒന്ന്, യദ്ഫഉൽ വസ്വസത, വസ്വാസിനെ ഇല്ലാതെയാക്കുന്ന കളയുന്ന, വൽ ഖവാത്തിറ റദീഅത, മോശമായ ചിന്തകളൊക്കെയും ഒഴിവാക്കി കളയാൻ വേണ്ടി തന്റെ മുരീദന്മാർക്ക് ശിഷ്യന്മാർക്ക് പഠിപ്പിക്കും. എന്നിട്ട് പറയും എന്ത് ചെയ്യുക, അങ്ങനെ ആർക്കെങ്കിലും വസ്വാസ് ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പേ എന്ത് ചെയ്യുക, അവന്റെ വലത്തെ കൈ നെഞ്ചിന്റെ മുകളിൽ വെക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ നല്ലതാണ്. വലത്തെ കൈയിനെ നെഞ്ചിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തായി വെച്ചിട്ട് സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആൽ എന്ന് 7 പ്രാവശ്യം ചൊല്ലാം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആൽ എന്ന് 7 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ അവൻ എന്ത് പറയുക, ഈ യശർ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് എന്ന് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്നുണ്ടാക്കുക. ഒരു പ്രാവശ്യവും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള പൈശാചികമായ വസ്വാസിനെ തൊട്ട് കാവൽ നൽകപ്പെടും. ഒന്നുകൂടി ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടി പറയുന്നു, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാക്കിൽ ഫആലി എന്ന് 7 പ്രാവശ്യം. ഒന്നുകൂടി പറയും അൽഹംദുലില്ലാ. ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിലോ, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പുല്ലില്ല കാഫാണ്, സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്. അബ്ദുൽ ഖുദ്ദൂസേന്ന് വിളിക്കും നമ്മള്, അതൊക്കെ തെറ്റാണ്. അബ്ദുൽ ഖുദ്ദൂസ് അല്ല, പുല്ലില്ലാത്ത കാഫല്ല, പുല്ലില്ല കാഫാണ്, ഖാഫാണ്. അപ്പൊ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആലി എന്ന് 7 പ്രാവശ്യം. പിന്നെ ഈ യശഉ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് നോക്കിങ്ങള്, നമ്മൾ അങ്ങനല്ലല്ലോ. പതക്ക് ഞാൻ പറയാൻ നിന്നാ സമയം ഒരുപാട് പോകും. അങ്ങനത്തെ ചെല്ല പള്ളിക്കന്നെ അങ്ങനത്തെ പായ കൊത്തിപ്പറഞ്ഞൊരു ഒതുണ്ടാക്കുക. എത്ര ആളുകളാണ് പഴയ കാലത്തൊക്കെ മുമ്പ്, ഇപ്പൊ അൽഹംദുലില്ലാ ശീലന്റെ കാൽപ്പറ്റാണ്, അതുകൊണ്ട് പിന്നെ ആരും വഴിക്ക് വിഗ്നില്ല. ചില പള്ളികളിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കാൽപ്പറ്റുണ്ടാവും. ഈ ഒതുണ്ടാക്കിയിട്ട് കാല് നനഞ്ഞ കാലനെ പായുന്ന സമയത്ത് പള്ളിയിൽ എത്ര ആള് വഴിക്ക് വിഗ്നുണ്ട് വെച്ചിട്ടാ. എന്നിട്ട് ആ ഒരു 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 ഒരുങ്ങി തയ്യാറാവൽ ഇല്ലാതെ പെട്ടെന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലലും, ആ നിയ്യത്ത് അവിടെ ശരിയായോ, തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ, അതൊന്നും ഇവർക്ക് ആകെ ആവശ്യം എന്താണല്ലോ, ഇവരുടെ ആവശ്യം ഇമാമിന്റെ ഒപ്പം റുക്കൂ കിട്ടല. ഇമാമിന്റെ ഒപ്പം റുക്കൂ ലഭിക്കണം. ഇവന് തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ, നിയ്യത്ത് ശരിയായോ, ഇഖ്ലാസ് വന്നോ, ഖുശൂ കിട്ടിയോ,
അതിലേക്കൊന്നും യാതൊരു ശ്രദ്ധയില്ല. മഹാന്മാര് പറയാണ്, തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. നമ്മൾ ഈ ഭയഭക്തി ഇല്ലാത്ത നിസ്കാരം അത് ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്നു. തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ, ആ ചെറുപ്പക്കാരൻ ഈ ഖൽബ് ഖുശൂ ഇല്ലാത്ത നിസ്കാരം കാരണം ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യനായിത്തീരും. മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി, അതവൻ ശിക്ഷയെ ബന്ധമാക്കുന്നവനായിത്തീരും. അപ്പൊ നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ തെറ്റിന്റെ ശിക്ഷക്ക് പാത്രമാകും. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഭയഭക്തി ലഭിച്ചില്ലെങ്കിലും അതെന്തിന് കാരണമാകും? നമുക്ക് ശിക്ഷക്ക് കാരണമാകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ ഞാൻ നിസ്കരിക്കാണ് ആ ഒരു ഫറാഉൽ ഖൽബ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നെഞ്ചിന്റെ മുകളിൽ കൈവച്ച് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ എന്ന് 7 പ്രാവശ്യവും ഈ യശഉ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്ന് മാഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ എന്തിനു വേണം ഇതൊക്കെ? ഇപ്പൊ ചെല്ലണമെങ്കിൽ എന്ത് വേണം? ജമാഅത്തൊക്കെ തുടങ്ങി നമ്മളിത് ചെല്ലാൻ നിന്നാൽ ചിലപ്പം ഫസ്റ്റിലെ റക്അത്തൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഏതായാലും നിസ്കരിക്കണം. പരമാവധി ജമാഅത്തായിക്ക് നിസ്കരിക്കാൻ തയ്യാറാകുന്നവർ, ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്നവരാകുമ്പോ പിന്നെ ഇതിലൊക്കെ സമയം കിട്ടും. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കുക, അതൊക്കെ വലിയ മഹത്താ. അപ്പൊ ഈ ദിക്റത്തും ചൊല്ലി ഇമാമിന്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് അതിനനുസരിച്ച് ഒരു 5 മിനിറ്റ് നാത്തൊക്കെ പള്ളിയിൽ എത്തിച്ചേരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറഞ്ഞ് മഹാനായ ബുഖാരി ഇമാമിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടവരാണ്. ആ ബുഖാരി ഇമാം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് 16 പ്രാവശ്യം, മറ്റു ചില റിവായത്തിൽ 17 പ്രാവശ്യം കതിന്നിൽ വന്ന് കുട്ടീനാണ്. കതിന്നിൽ തേനീച്ചും കതിന്നിലും കുത്തിയാലുള്ള വേദന നമുക്കറിയില്ല അല്ലേ? കതിന്നിൽ വന്ന് കുത്തി, അതാരറിഞ്ഞില്ല, മഹാനായ ബുഖാരി ഇമാം അറിഞ്ഞില്ല എന്നാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ തന്റെ ശരീരത്തിലുള്ള തണുപ്പ് കണ്ടപ്പോഴാണ് എന്നെ കതിന്നിൽ കുത്തി എന്ന വിവരം അറിഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ നഫ്സിനോട് ആദ്യവും എന്റെ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനി. 16 പ്രാവശ്യം കതിന്നിൽ കുത്തിയിട്ട് മഹാനായ ബുഖാരി ഇമാം നിസ്കാരത്തിൽ അത് അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞ് ശരീരത്തിലെ തണുപ്പ് കണ്ടപ്പോഴാണ് നിസ്കരിക്കുന്നാണ് കതിന്നിൽ കുത്തിയ വിവരം അറിഞ്ഞത്. അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നിസ്കാരം കൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. പരമാവധി ഒരു ഖുശൂഅോടുകൂടെ, പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള നമ്മുടെ ഇത്തരം ക്ലാസുകളിലൂടെ, നമ്മുടെ ഈ മഹത്തായ KMIC-യിലൂടെ കേൾക്കുന്ന ക്ലാസുകളിലൂടെ നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള കോപ്രായിത്തരങ്ങൾ അവസാനിപ്പിച്ചുള്ള, അവയവങ്ങളെ കൊണ്ടുള്ള ഒരു ഭയഭക്തി ഉള്ള ഒരു നിസ്കാരമായി മാറ്റിയെടുക്കാൻ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന്